മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട രണ്ട് വ്യക്തികളാണ് മമ്മൂക്കയും ലാലേട്ടനും. അതുകൊണ്ട് മലയാളികൾക്ക് പൊതുവേ ഇവരുടെ കാര്യങ്ങളെപ്പറ്റി കൂടുതലായിട്ട് അറിയാൻ വളരെ ആകാംക്ഷയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മമ്മൂക്കയ്ക്ക് സ്വന്തമായിട്ട് പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. ലാലേട്ടൻ സ്വന്തം പേരിൽ പ്രൊഡക്ഷൻ കമ്പനി ഇല്ല, പക്ഷേ മമ്മൂക്കയ്ക്ക് സ്വന്തം പേരിൽ ഒരു പ്രൊഡക്ഷൻ കമ്പനിയുണ്ട്. മമ്മൂട്ടി കമ്പനി എന്നാണ് അതിൻ്റെ പേര്. 2021 പ്രൊഡക്ഷൻ കമ്പനി മമ്മൂക്കയുടെ പേരിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്നിട്ട് അതിനുശേഷം അതിൻ്റെ പേരിൽ 4-5 സിനിമകൾ ആ ബാനറിൽ വരികയും ചെയ്തു. നമുക്ക് അറിയാവുന്ന പോലെ നൻപകൽ നേരത്ത് മയക്കം, കണ്ണൂർ സ്ക്വാഡ്, റോഷാക്ക്, കാതൽ, ലാസ്റ്റ് ഇറങ്ങിയ ടർബോ, ഇനി വരാനിരിക്കുന്നത് ഗൗതം വാസുദേവൻ സംവിധാനം ചെയ്ത് മമ്മൂക്ക തന്നെ നായകനായിട്ട് അഭിനയിക്കുന്ന ഒരു പുതിയ സിനിമയാണ് വരാനിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ മമ്മൂട്ടി കമ്പനിയുടെ ഒരു വർഷത്തെ വരുമാനം എത്ര എന്നുള്ളതാണ് നോക്കാൻ പോകുന്നത്. മമ്മൂട്ടി കമ്പനി ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന പേരിൽ ഈ കമ്പനി രജിസ്റ്റർ ചെയ്യുന്നത് 2021 ജൂലൈ 6-ാം തീയതിയാണ്. വൈറ്റില ആസ്ഥാനമായാണ് കമ്പനി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഈ കമ്പനിക്ക് 4 ഡയറക്ടേഴ്സാണ് ആകെ ഉള്ളത്. ഒന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ മമ്മൂക്ക തന്നെ, ഇസ്മായിൽ മുഹമ്മദ് കുട്ടി എന്ന മമ്മൂക്ക. രണ്ടാമത്തെ ഡയറക്ടർ സുൽഫത്ത് മുഹമ്മദ് കുട്ടി. മൂന്നാമത്തെ ഡയറക്ടർ ജോർജ് സെബാസ്റ്റ്യൻ. നാലാമത്തെ ഡയറക്ടർ സുറുമി മമ്മൂട്ടി. സുറുമി മമ്മൂട്ടി റീസെൻ്റ്ലി ഡയറക്ടർ ബോർഡിലേക്ക് വന്ന ആളാണ്. അതുവരെ 3 ഡയറക്ടേഴ്സാണ് ഉണ്ടായിരുന്നത്. ജോർജ് സെബാസ്റ്റ്യനാണ് ഇതിൻ്റെ മാനേജിംഗ് ഡയറക്ടർ. നമുക്ക് എല്ലാവർക്കും ഈ പേര് കേട്ട് പരിചയമുള്ളതാണ്. മമ്മൂക്ക സന്തത സഹചാരിയായ ജോർജാണ് കമ്പനിയുടെ മാനേജിംഗ് ഡയറക്ടർ. ഈ കമ്പനി ആകെ 1.5 ലക്ഷം ഷെയർസാണ് അലോട്ട് ചെയ്തിരിക്കുന്നത്. ഇതിൽ 10% ഹോൾഡ് ചെയ്യുന്നത് ജോർജ് സെബാസ്റ്റ്യനാണ്. ബാക്കി റിമൈനിങ് % ഓഫ് ഷെയർ ഹോൾഡ് ചെയ്യുന്നത് മമ്മൂട്ടിയുടെ ഫാമിലി തന്നെയാണ്. മമ്മൂട്ടി കമ്പനി ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ ഒരു വർഷത്തെ വരുമാനം എത്രയാണെന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മൾ നോക്കുന്നത് 2022-23 ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. 2023-24 ഫിനാൻഷ്യൽ ഇയറിലെ ഓഡിറ്റിങ്ങും റിട്ടേൺ ഫയലിങ്ങും എല്ലാം നെക്സ്റ്റ് ഫ്യൂ മന്ത്സിൽ ആണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ആ ഡേറ്റ അവൈലബിൾ അല്ല. അപ്പോൾ നമുക്ക് മമ്മൂട്ടി കമ്പനി ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ 2022-23 ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ എത്രയാണ്, കമ്പനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ തുടങ്ങിയ കാര്യങ്ങൾ നോക്കാം. റിസർവ് മണി ആയിട്ട് കാണിച്ചിരിക്കുന്നത് 14,14,83,701 രൂപയാണ് മമ്മൂട്ടി കമ്പനി റിസർവ്ഡ് മണിയായിട്ട് കാണിച്ചിരിക്കുന്നത്. ലയബിലിറ്റി ആയിട്ട് കാണിച്ചിരിക്കുന്നത് 22,50,84,943 രൂപയാണ് ലയബിലിറ്റി ആയിട്ട് കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ റവന്യൂ എന്ന് പറയുന്നത് 70,88,96,245 രൂപയാണ് ടോട്ടൽ റവന്യൂ. 70,88,00,000 മമ്മൂട്ടി കമ്പനിയുടെ 2022-23 ഫിനാൻഷ്യൽ ഇയറിലെ റവന്യൂ എന്ന് പറയുന്നത്. അതിൽ തന്നെ സെയിൽസ് ആൻഡ് സപ്ലൈ ഓഫ് സർവീസ് എന്ന രീതിയിൽ കാണിച്ചിരിക്കുന്നത് 53,37,90,201 രൂപയാണ് അതിൽ നിന്നുള്ള റവന്യൂ. അതർ ഇൻകം എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത് 17,51,06,043 രൂപയാണ് അതർ ഇൻകം എന്ന് പറഞ്ഞ് കാണിച്ചിരിക്കുന്നത്. ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത് 49,95,56,870 രൂപയാണ് ടോട്ടൽ എക്സ്പെൻസ് ആയിട്ട് കാണിച്ചിരിക്കുന്നത്. അതുകൊണ്ട് കമ്പനി പ്രോഫിറ്റിലാണ്. മമ്മൂട്ടി കമ്പനി ഫിലിംസ് പ്രൈവറ്റ് ലിമിറ്റഡ് 2022-23 ഫിനാൻഷ്യൽ ഇയറിൽ പ്രോഫിറ്റാണ്. പ്രോഫിറ്റ് എത്രയാണെന്ന് നമുക്ക് നോക്കാം. 20,93,39,374 രൂപയാണ് മമ്മൂട്ടി കമ്പനിയുടെ 2022-23 ഫിനാൻഷ്യൽ ഇയറിലെ പ്രോഫിറ്റായിട്ട് റിട്ടേൺ ഫയൽ ചെയ്തിരിക്കുന്നത്. ഇതുപോലെയുള്ള സെലിബ്രിറ്റികളുടെ, നമുക്ക് ഇഷ്ടപ്പെട്ട സെലിബ്രിറ്റികളുടെ അവരുടെ സ്വന്തം കമ്പനികളുടെ വരുമാനം എത്രയാണ്, കമ്പനി പ്രോഫിറ്റ് ആണോ ലോസ് ആണോ തുടങ്ങിയ വീഡിയോകൾ നമ്മൾ ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അതിലെന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാം. നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ഏതെങ്കിലും സെലിബ്രിറ്റിയുടെയോ അല്ലെങ്കിൽ കമ്പനിയുടെയോ വരുമാനം എത്ര അല്ലെങ്കിൽ പ്രോഫിറ്റ് എത്ര ലോസ് എത്ര എന്ന് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാം. അതുപോലെ തന്നെ ഇനിയും ഇതേപോലത്തുള്ള വീഡിയോകൾ ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇത്തരം വീഡിയോകൾ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ഇനിയും സെലിബ്രിറ്റികളുടെയും വീഡിയോസ്, അവരുടെ വരുമാനം എത്രയാണെന്നുള്ള വീഡിയോസും അല്ലെങ്കിൽ അവരുടെ കമ്പനിയുടെ ഡീറ്റെയിൽസും ഫിനാൻഷ്യൽ ഡീറ്റെയിൽസും സംബന്ധിച്ചുള്ള വീഡിയോസും ഇനിയും ചെയ്യുന്നതാണ്. അപ്പോൾ അത്തരം വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.